ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ പുതുതായി എടുത്ത ഇലക്ട്രിക് സ്കൂട്ടർ ബജാജ് ഷെയ്തക്കിൻ്റെ 3503 എന്ന് പറയുന്ന മോഡൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഗുണവും ദോഷവും ആണ്. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്ത സംഭവങ്ങൾ ഇതിൽ ഒരു ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ സ്പെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജസ്റ്റ് നമ്മളൊരു യൂസർ പെർസ്പെക്റ്റീവിൽ എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു ഗുണവും ദോഷവും ഫീൽ ചെയ്തേ എന്നുള്ളതാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സ്കൂട്ടർ മേടിക്കുന്നത് നമ്മളെ ഫ്ലിപ്കാർട്ട് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഫ്ലിപ്കാർട്ട് ത്രൂ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഫ്ലിപ്കാർട്ട് വഴി മേടിച്ചെന്ന് പറഞ്ഞപ്പോൾ കുറേ പേർക്ക് അതിശയമായിരുന്നു, ഫ്ലിപ്കാർട്ട് വഴി നമുക്ക് സ്കൂട്ടർ മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഞാനപ്പോൾ അത് ചെയ്തത് എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒരു ഹൈ ലെവൽ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണുമ്പോൾ അറിയാം. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റിലേക്ക് പോവാം. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ചേതക്കെന്ന് സെർച്ച് ചെയ്യുമ്പോഴേക്കും ചേതക്ക് വണ്ടി സ്കൂട്ടർ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യാം. പിന്നെ അതുകൂടാതെ കളർ കാര്യങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം താഴേക്ക് പോരുമ്പോൾ നമുക്ക് അവിടെ ഒരു സെല്ലർ എന്നുള്ളൊരു ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ബൈ ഡിഫോൾട്ട് നമ്മളുടെ ലോഗിൻ ലൊക്കേഷൻ വെച്ചിട്ടുള്ള സെല്ലർ ആയിരിക്കും ബൈ ഡിഫോൾട്ട് അവിടെ സെലക്ട് ആയി കിടക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ നിന്ന് നമ്മൾ വണ്ടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് അവരുടെ ആ ഒരു പിൻ കോഡ് അത് ജസ്റ്റ് മേടിക്കുക. എന്നിട്ട് ആ പിൻ കോഡിൻ്റെ സെക്ഷനിൽ ആ പിൻ കോഡ് നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെയുള്ള ഏതൊക്കെയാണോ ചേതക്കിൻ്റെ ഷോറൂംസ് എന്ന് വെച്ചാൽ അത് അവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടും. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ സെല്ലറിനെ ചൂസ് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് EMI ആണെങ്കിൽ EMI എന്നുള്ള ബാക്കി അവിടെ നിന്ന് തൊട്ട് നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മൾ എന്ത് സാധനങ്ങളും മേടിക്കുമ്പോഴും നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്ന പ്രോസസ്സാണ്. അത് വെച്ചിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഷോറൂമിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പ്രൊസീഡിങ്സും കാര്യങ്ങളും നമ്മളുടെ ഡോക്യുമെൻ്റ് പിന്നെ ID പ്രൂഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ത്രൂ നമുക്ക് പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഒപ്പം നമുക്ക് വേണമെങ്കിൽ ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ചൂസ് ചെയ്യാനുള്ള അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷന് നമുക്ക് ഫ്ലിപ്കാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേതക്കിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെറ്റൽ ബോഡി തന്നെയാണ്. കാരണം ബോഡിക്ക് നല്ല വെയിറ്റ് ഉള്ള കാരണം നമുക്ക് വണ്ടി എപ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് ആണ്. ഇപ്പോൾ വലിയ വണ്ടികളൊക്കെ നമ്മുടെ അടുത്തുകൂടി പോകുമ്പോഴാണെങ്കിലും നമുക്ക് ആ ഒരു കാറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടോ അങ്ങനെ വേറൊരു തരത്തിൽ നമുക്കൊരു വണ്ടി എപ്പോഴും നമ്മുടെ റോഡിൽ നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ ബോഡി വെയിറ്റ് ഉള്ള കാരണം. ഇതിന് രണ്ട് രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ലേഡീസിനൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഈ വെയിറ്റ് ചെറിയൊരു പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വണ്ടി ചരിയുവാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വന്നു കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു ബോഡി വെയിറ്റിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് തട്ടലും മുട്ടലൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഇത് മറ്റേ ഫൈബർ പാർട്സ് പോലെ പൊട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡെൻറ്റ് വരും. ആ ഡെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും റിപ്പയർ ചെയ്ത് പെയിൻറ്റ് ഷോപ്പിലൊക്കെ കൊടുത്ത് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെറിയൊരു പാർട്സ് വേണമെങ്കിൽ എടുത്ത് മാറ്റാവുന്നുള്ളൂ. അപ്പോൾ അത് രണ്ട് രീതിയിൽ ഒന്നെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനെടുത്ത മോഡൽ എന്ന് വെച്ചാൽ 3503 എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ തൊട്ട് ബേസ് മോഡലിൻ്റെ തൊട്ട് മുകളിലത്തെ വേർഷൻ, അതായത് 35 സീരീസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ബേസ് മോഡലിൻ്റെ തൊട്ട് മുകളിലത്തെ വേർഷനാണ് ഞാൻ എടുത്തത്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര വലിയ ദൂരമുള്ള ഓട്ടങ്ങളോ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് മാപ്പിൻ്റെ ആവശ്യങ്ങളോ അങ്ങനത്തെ വേറെ അഡീഷണൽ ഫീച്ചേഴ്സ് ഒന്നും ആവശ്യമില്ലാതിരുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു മോഡൽ ചൂസ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചേതക്കിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജിലേക്കും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഹെഡ്ലൈറ്റിനെ കുറിച്ചാണ്. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെഡ്ലൈറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിലൊരു സജഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഈ DRL ഇത് ന്യൂട്രൽ ഇടുമ്പോൾ തന്നെ ഈ DRL ഓണാവും. പിന്നെ അത് കഴിഞ്ഞ് ഡ്രൈവിലേക്ക് ഇടുമ്പോഴേക്കും അതിൻ്റെ മെയിൻ ഹെഡ്ലൈറ്റ് ഓണാവും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു DRL മാത്രം ഡ്രൈവ് മോഡിൽ, അതായത് നമ്മൾ ഡേ ലൈറ്റിൽ റൺ ചെയ്യുന്ന സമയത്ത് ഈ DRL മാത്രം ആക്ച്വലി കത്തിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അവർ ഹെഡ്ലൈറ്റും കൂടി അതിൻ്റെ ഒപ്പം ഓണാക്കുന്നുണ്ട്. അത് ആക്ച്വലി അത് വേണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതൊരു സജഷൻ പോലെ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ബ്രൈറ്റ്നസ് അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. റോഡിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ലോങ് ബീം സെറ്റ് ചെയ്യുന്ന സമയത്ത്, ലോങ് ബീം നമ്മൾ ഓണാക്കുന്ന സമയത്ത് കുറച്ച് റോഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടി ഹൈയിലേക്ക് ഈ ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഫീല്, അതായത് നമുക്ക് കുറച്ച് എന്താ
പറയുക, അത്ര ഒരു എഫക്റ്റീവായിട്ട് തോന്നിയില്ല. കാരണം ലോങ്ങിലേക്ക് ഭയങ്കര ഹൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോലെയാണ്. അത് ചിലപ്പോൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പൊസിഷൻ ഉണ്ടാവും തോന്നുന്നു. അത് ഞാൻ നെക്സ്റ്റ് സർവീസിൽ ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. എന്തായാലും അതൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് ലോങ് ബീമിൽ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ പറയാവുന്നുള്ളൂ. പിന്നെ അത് കൂടാണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും നമുക്കിവിടെ പറയാനില്ല. ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ട് വീലിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വീലും അലോയ് വീലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഒരു മിസ്, അതായത് ഞാൻ ഈ 3503 എന്ന് പറഞ്ഞ മോഡൽ എടുത്തപ്പോൾ എനിക്കൊരു മിസ്സായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഡിസ്ക് ബ്രേക്ക്, ആക്ച്വലി ഡിസ്ക് ബ്രേക്ക് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ബോഡി വെയിറ്റ് ഉള്ള വണ്ടി ആയിരുന്നതുകൊണ്ട് നമുക്ക് ഈ ചില സമയത്ത് ബ്രേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ര ഈ നോർമൽ ബ്രേക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്കത് അത്ര ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നില്ല. അതിന് പകരം ഡിസ്ക് ആയിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി ഇത്രയും ബോഡി വെയിറ്റ് ഉള്ള വണ്ടി ആയതുകൊണ്ട് അത് നമുക്കൊരു നല്ലൊരു ഗുഡ് തിങ്, അതായത് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു ഫീൽ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളെങ്ങാനും വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അത് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഫ്രണ്ട് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സസ്പെൻഷനാണ് വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡിലെ കുഴികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അത് എന്താ പറയുക, അത് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നമുക്ക്. പിന്നെ അതുകൂടാതെ ഒരു ഡ്രോബാക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പ്രിംഗ് സസ്പെൻഷൻ ആയതുകൊണ്ട് ചില സമയത്ത് നമ്മൾ വണ്ടി ജസ്റ്റ് മുന്നോട്ട് ബാക്കോട്ടൊക്കെ ഇങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്രാക്കിംഗ് സൗണ്ട് നമുക്ക് അത് ഫീൽ ചെയ്യും. അതൊരു ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അത് നമുക്ക് വേറെ റണ്ണിങ് ടൈമിൽ നമുക്കതൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ, ആ ഒരു സംഭവം നമുക്ക് ഒരു ക്രാക്കിംഗ് സൗണ്ട് നമുക്കതിൽ എപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ റീജനറേഷനെ കുറിച്ചാണ് ഞാൻ പറയാനുള്ളത്. കാരണം വെച്ചാൽ ഈ വണ്ടിക്കൊക്കെ നമ്മൾ ഈ ഇലക്ട്രിക് വണ്ടികളാകുമ്പോൾ അവർ ഈ നമ്മൾ ആക്സിലേറ്റർ കുറയ്ക്കുന്നതനുസരിച്ച് ഇതിൽ നമ്മൾ ബാറ്ററി റിവേഴ്സ് ജനറേറ്റ് ചെയ്തിട്ട് ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു പരിപാടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് സംഭവം ആക്ച്വലി നല്ലൊരു ഫീച്ചറാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കുറച്ച് ടൈം എടുക്കും അത് യൂസ് ടു ആവാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ടൈമിൽ ബാറ്ററി ഒരു 50% കുറവാണെന്നുണ്ടെങ്കിൽ ഈ റിവേഴ്സ് ഓപ്ഷൻ അത് കുറച്ച് കൂടുതലായിട്ട് എഫക്റ്റ് ആവും. അപ്പോൾ നമ്മൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന ഒരു ഫീലിൽ വണ്ടി അങ്ങോട്ട് പെട്ടെന്ന് എന്താ പറയുക ഡൗൺ ആവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ആ ഒരു പെട്ടെന്ന് നമുക്ക് തന്നെ ഒരു ചെറിയൊരു അന്താളിപ്പ് വരും. പെട്ടെന്ന് വണ്ടി അങ്ങനെ പിടിച്ചെന്നുള്ളത്. അപ്പോൾ ആ ഒരു സംഭവം കുറച്ച് കൂടുതലാണ് എനിക്ക് ഈ വണ്ടിയിൽ ഫീൽ ചെയ്തത്. ഞാൻ ആദറൊന്നും ഓടിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ റിവേഴ്സ് ജനറേഷൻ ആക്ച്വലി കുറച്ച് കൂടുതലായിട്ട് അപ്ലൈ ആവുന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്കതൊരു ചില സമയത്ത് അതൊരു ഡിസ്കംഫർട്ടാണ്. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീല് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ അത് കൂടാണ്ട് നമ്മളുടെ ഈ എന്താ പറയുക ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി തരുന്ന ഒരു ക്ലസ്റ്ററാണ്. നമ്മളിപ്പോൾ ഡേ ലൈറ്റ് ഓടിക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഈ ഉള്ളിലെ കാര്യങ്ങൾ റീഡ് ചെയ്യാനൊന്നും അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം ഗ്ലെയറൊക്കെ അടിക്കുന്നുണ്ട്. അതൊരു സംഭവം പറഞ്ഞു എന്നുള്ളൂ. പിന്നെ അത് കൂടാണ്ട് അത്യാവശ്യം നമുക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ തരുന്ന ഒരു ക്ലസ്റ്ററാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് പിന്നെ അതേപോലെ ഇതിലിപ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ അവർ കാണിക്കും. അത് ഞാനിപ്പോൾ ഇതിപ്പോൾ സെൻറ്റർ സ്റ്റാൻഡിൽ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ കാണിക്കാത്തത്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വാർണിംഗ് നമുക്കിവിടെ കാണിക്കും. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും തരുന്ന ഒരു ക്ലസ്റ്ററാണത്. എത്ര കിലോമീറ്റർ ഓടി, പിന്നെ നമുക്ക് ട്രിപ്പിൻ്റെ എത്ര കിലോമീറ്റർ, നമുക്ക് ബാറ്ററി എത്ര പെർസെൻറ്റേജ്, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഈ 3503 എന്ന് പറഞ്ഞ മോഡലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഈ റിവേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ബോഡി വെയിറ്റ് ഉള്ള വണ്ടി ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് ഈ റിവേഴ്സ് ബട്ടൺ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ റിവേഴ്സ് ഓപ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടി ബാക്കൗട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയൊരു ഇത് വളരെ യൂസ്ഫുൾ ഫീച്ചറായിട്ട് തോന്നി. കാരണം എനിക്ക് തോന്നുന്നു ആദറിലൊക്കെ നമ്മളതൊരു ടെക് പാക്ക് എന്തോ ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിവേഴ്സ് ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. പക്ഷേ ചെയ്തെങ്കിൽ നമുക്ക് ഈ 3503 എന്ന് പറഞ്ഞ മോഡലിൽ തന്നെ നമുക്ക് ഈ റിവേഴ്സ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രായമായവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഒന്ന് മുന്നോട്ട് അല്ലെങ്കിൽ ബാക്കോട്ട് പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിവേഴ്സ് ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് ചില സമയത്ത് വളരെ സ്ലോപ്പി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്കത് അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. ഞാൻ ഇതേപോലെ എനിക്കൊരു ഫീൽ വന്നായിരുന്നു. നമുക്ക് കുറച്ച് സ്ലോപ്പി ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഈ റിവേഴ്സ് മോഡ് ഇട്ടിട്ട് ബാക്കോട്ട് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. അത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഇറങ്ങി ഉന്തി ബാക്കോട്ട് തന്നെ എടുക്കണം. അല്ലാതെ വണ്ടി
അത്ര പവർഫുൾ അല്ല റിവേഴ്സ് മോഡ്. പക്ഷേ എന്നാലും നമുക്ക് നോർമൽ ഒരു ഫ്ലാറ്റ് സർഫേസിലേക്ക് നമുക്ക് റിവേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഫീച്ചർ നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടിയുടെ നമ്മളെ ഹാൻഡിലിൻ്റെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു റെസ്റ്റിംഗ് ക്ലിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ലോങ് ജേണിയൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കൈ ഇങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കൈക്ക് വേദന കുറയ്ക്കാൻ വേണ്ടി, ഒരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ക്ലിപ്പ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു സംഭവമായിട്ട് തോന്നി. ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്മളുടെ മിററിൻ്റെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മിററിൽ ആക്ച്വലി അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള മിററാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വൈഡ് വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും അത്യാവശ്യം വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നല്ലൊരു മിററാണ് അതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഈ ഒരു സ്വിച്ചസിനെ കുറിച്ച് ഇനി അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് ആണ് എനിക്ക് ആദ്യം പറയാൻ തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ പ്ലഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റർ സ്വിച്ചിന് വേണ്ടി ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു സിംഗിൾ സ്വിച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിലെങ്ങനെയായിരുന്നു വെച്ചാൽ നമുക്ക് ലെഫ്റ്റിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ ഒരു സ്വിച്ചും അതേപോലെ റൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്വിച്ചുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റണ്ണിങ് ടൈമിൽ ഇപ്പോൾ നമ്മൾ ഈ ആക്സിലറേറ്റർ ഇങ്ങനെ ഒരു പൊസിഷനിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ ഓപ്പറേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കുറച്ച് നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നി. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ടൈറ്റ് ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് വണ്ടിയുടെ ആക്സിലറേറ്റർ കുറയാനും അതേപോലെ നമുക്കൊരു ഡിസ്റ്റർബൻസ് പോലെ നമുക്കൊരു ഫീൽ തോന്നി, അതായത് ഓപ്പറേറ്റ് ചെയ്യുക. അതിന് പകരം ഈ ഒരു സിംഗിൾ സൈഡിൽ ഈ ലെഫ്റ്റും റൈറ്റും നമ്മൾ ഈ പ്രഷറിൽ ഒക്കെ ഉണ്ടായിരുന്ന പോലെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ഒരു ഓപ്പറേഷൻ കുറച്ചും കൂടി ഈസി ആയിരുന്നാണ്. അപ്പോൾ ഈ ഒരു സംഭവം ചെറിയൊരു ഡ്രോബാക്ക് എനിക്കൊന്ന് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഞാൻ പല വീഡിയോയിലും കണ്ടൊരു സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫിറ്റ് ആൻഡ് ഫിനിഷ് ചേതക്കിന് അത്ര പോരാ എന്നുള്ള രീതിയിൽ. കാരണം ഇവിടെയൊക്കെ കുറച്ച് പാനൽ ഗ്യാപ്പുകൾ കാണുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിസിബിൾ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഈ ഇതിപ്പോൾ മെറ്റാലിക് മോഡലാണ്, മെറ്റാലിക് ഫിനിഷ്. മറ്റത് ഇനി നമുക്കൊരു മാറ്റ് ഫിനിഷ് മോഡലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മാറ്റ് ഫിനിഷിന് അവർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ശരിക്കും ഫൈബറിൻ്റെ പീസാണെന്ന് തോന്നുന്നത്. അപ്പോൾ ആ ഒരു മോഡൽസ് ആണെന്നുണ്ടെങ്കിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വിസിബിലിറ്റി ഒരു വിഷയം വന്നായിരുന്നു. ഞാനന്ന് വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ അവിടെ ഒരു മാറ്റ് ഫിനിഷ് മോഡൽ വന്നതിന് അതിനവർ ഒരു ഡിഫക്റ്റായിട്ട് പറഞ്ഞതാണ് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഒരു ഇഷ്യൂ. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് അതിൽ കൂടെ വെള്ളം ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കസ്റ്റമേഴ്സ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മളുടെ ഈ ഒരു മോഡൽ, അതായത് മെറ്റാലിക് മോഡൽ, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിങ്ങനെ തട്ടുന്ന സമയത്ത് സെയിം ഈ മെറ്റാലിക് ഫ്രെയിം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ ഈ ഒരു പാനൽ ഗ്യാപ്പിന് എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു അവർ പറഞ്ഞ പോലെ. ഓക്കെ, ഈ ഹോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹോണാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാ ഒരു ചെറിയൊരു ഹോണല്ല, ചെറിയ സൗണ്ടുള്ള ഹോണല്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു ഹോണാണ് ഇതിനൊപ്പം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫീച്ചറൊക്കെ ശരിക്കും പറഞ്ഞാൽ ടോപ്പ് എൻഡ് മോഡൽസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സംഭവമാണ്. ഇത് നമ്മുടെ വണ്ടിക്ക് ആപ്ലിക്കബിൾ അല്ല. പിന്നെ നമ്മളുടെ ഈ ഒരു കീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ സീറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെയാണ് അതിൻ്റെ മെക്കാനിസം അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം പുഷ് ചെയ്തിട്ട് നമ്മൾ റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാലാണ് നമ്മളുടെ സീറ്റ് ഇവിടെ ഓപ്പൺ ആവുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളൊന്ന് യൂസ് ടു ആവണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ സീറ്റ് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പാടായിരുന്നു. അതായത് അത് പഠിക്കാൻ വേണ്ടി ആ ഒരു നാക്ക് പിടുത്തം കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പുഷ് ചെയ്യും, തിരിക്കുമ്പോഴേക്കും ബൈ ഡിഫോൾട്ട് ഓണിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സീറ്റ് ഓപ്പൺ ആവുന്നതിന് പകരം അതിൻ്റെ ഈ വണ്ടി ഓൺ പൊസിഷനിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. അത് വേറെ ഏതെങ്കിലും ഒരു ബട്ടണോ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ സീറ്റിൻ്റെ ഓപ്പണിങ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാണേ. അതൊരു സംഭവം എനിക്കൊന്ന് തോന്നി. ഈ സൈഡ് പോക്കറ്റിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, നമുക്ക് കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് അവന്മാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ വേറൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് മൊബൈൽ ചാർജിങ് പോർട്ട് ഈ ഒരു മോഡലിനൊപ്പം അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു തിങ് ആയി തോന്നി. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമാണ്. അതായത് നമ്മളിപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ സീറ്റ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കി, ശരിക്കും ഇതിൻ്റെ കമ്പനി അവകാശപ്പെടുന്നത് നമ്മളിപ്പോൾ കൈ ഇവിടെ നിന്ന് വിട്ടാലും സീറ്റ് നമുക്ക് അവിടെ ലോക്കായി നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പൊക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ ഹാൻഡിൽ ഈ ഒരു പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഹാൻഡിൽ വന്നിട്ട് ഈ സീറ്റിൻ്റെ ഈ ഓപ്പണിങ്, അതായത് ഫുൾ ഓപ്പണിങ്ങിനെ ബ്ലോക്ക് ചെയ്യും. അതാണ് മെയിനായിട്ട് നമുക്കിവിടെ ഈ ഒരു ഇഷ്യൂ ഫീൽ ചെയ്യാൻ കാരണം. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ഹാൻഡിൽ നേരെ വെച്ചതിന് ശേഷം
ഞാൻ വീണ്ടും നമ്മളുടെ ഈ സീറ്റ് ഓപ്പൺ ആക്കി വെക്കുവാണെങ്കിൽ അതിപ്പോൾ കണ്ടോ, ഇപ്പോൾ അത് ആ ഒരു പൊസിഷനിൽ നമ്മളത് അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി അത് കൂടുതൽ ഈ സീറ്റ് നമ്മൾ ഇതേപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ബാഗോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വന്ന് അവിടെ മുട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആ സീറ്റ് ഫുൾ ഓപ്പൺ ചെയ്യുന്നതിന് നമുക്കൊരു ചെറിയൊരു ഇമ്പാക്റ്റും വരുന്നുണ്ട്. പിന്നെ ഇതിലൊരു അഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു ഡിസൈൻ ഐഡിയയാണ്. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ ചാർജിങ്ങിന് വണ്ടി ഇട്ടിരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്തേക്കൊക്കെ പോകണം, വീട്ടിൽ ആരും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് എന്താ പറയുക, നമുക്ക് ഈ സീറ്റ് ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ആക്കി വെക്കുന്നതിന് പകരം നമ്മളുടെ ഈ ചാർജിങ്ങിൻ്റെ വയർ നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ നമ്മൾ പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് ധൈര്യമായിട്ട് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അതായത് ചാർജിങ് കേബിൾ നമ്മളിവിടെ സീറ്റിംഗ് വരികയും ചെയ്യും, ഇതിൽ കൂടെ നമ്മൾ വയർ പുറത്തോട്ട് വരും. ഈ വയർ പുറത്ത് വന്നത് നമ്മൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് സോക്കറ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് നമുക്ക് ലോക്ക് ചെയ്യുന്നതിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അതൊരു നല്ലൊരു ഡിസൈൻ ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് ചാർജിങ് ടൈമൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ ചാർജിങ് ടൈമൊന്നും എടുക്കുന്നില്ല. ഇപ്പോൾ ഞാനൊരു 3 hours ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ചാർജ് കയറുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു എവിടെയെങ്കിലേക്കും പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ അത് ഇനീഷ്യൽ ചാർജ് അത്യാവശ്യം സ്പീഡായിട്ട് നമുക്ക് ചാർജ് ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ അവിടുന്ന് നമുക്ക് ഒരു എബോവ് 50% എബോവ് ഒക്കെ ആണെങ്കിലാണ് പിന്നെ കുറച്ച് ഡിലേ ഫീൽ ചെയ്യുന്നത് ചാർജ് കയറാൻ. പക്ഷേ എന്നാലും ഒരു 3 hours എനിക്ക് ഫുൾ ചാർജ് കയറുന്നതായിട്ടാണ് ഞാൻ ഇതുവരെ ചാർജ് ചെയ്തതിൽ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ നമ്മളുടെ സ്പേസിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ആദറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും സ്പേസ് നമുക്ക് ഇവിടെ ഇല്ല എന്ന് പറയാം. വേണമെങ്കിൽ നമുക്കൊരു അത്യാവശ്യം ഒരു ബാഗ് വെച്ച് പോവാം. പിന്നെ അതേപോലെ നമുക്കിപ്പോൾ ഒരു സിലിണ്ടറൊക്കെ വെച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കിടത്തി ഇട്ടിട്ട് പോകണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ ഒരു പൊസിഷനിങ് അങ്ങനെയാണ്. ഈ ഒരു ഭാഗം കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നു തോന്നുന്നു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ്ഡ് ഷേപ്പും കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തോന്നുന്നത്. നമുക്ക് ആ ഒരു സിലിണ്ടർ വെച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് അവിടെ നിർത്തി വെച്ചിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി ആക്ച്വലി. പിന്നെ അതേപോലെ നമുക്ക് ഇതിന് വേറെ ക്ലിപ്പുകളോ അങ്ങനെയൊന്നും അഡീഷണൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ക്ലിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു സഞ്ചി നമ്മൾ ഇവിടെ ഇട്ട് വലിയ ഹൈറ്റ് ഇല്ലാത്ത സഞ്ചിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹാങ് ചെയ്ത് കിടന്നോളും. അല്ല ഇനി കുറച്ച് ഹൈറ്റുള്ള സഞ്ചിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ റണ്ണിങ്ങിൽ ഒരു ചാട്ടമൊക്കെ ചാടുമ്പോഴേക്കും നമ്മൾ ഇതിൽ നിന്ന് ഈ ഹുക്കിൽ നിന്ന് ഇത് വിട്ടു പോകുന്ന നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് നമുക്ക് തോന്നി. പക്ഷേ ഈ ഒരു ഹുക്ക് ആക്ച്വലി ഈ ഒരെണ്ണം മാത്രം നമുക്ക് ഇവിടെ ഉള്ളൂ. ശരിക്കും ടോപ്പ് മോഡലിന് ഈ സീറ്റിന് ഇവിടെയും കൂടി ഒരു ചെറിയൊരു ഹുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ കപ്പാസിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ ഞാനിപ്പോൾ റിസ്ക് ആയിട്ടാണ് ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുക. കാരണം വെച്ചാൽ ഞാൻ വണ്ടി ഇതെടുക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് റിസ്ക് വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെയാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആയിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 2 ഹെൽമെറ്റ്, ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ ചാർജർ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ചാർജർ കൊണ്ടുപോകുന്നില്ലെന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു 2 ഹെൽമെറ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം എന്നുള്ളൂ. ഇനി അതുകൂടാതെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്പേസ് കുറച്ച് കുറവാണ് റിസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. റിസ്റ്റിൽ എനിക്ക് തോന്നുന്നു 2 ഹെൽമെറ്റ് ഇങ്ങനെ 2 സൈഡിൽ ഇങ്ങനെ നിരത്തി നമുക്ക് വെക്കാം. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണത്തിന് മുകളിലേ നമുക്കൊരു ഹെൽമെറ്റ് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഒരു സ്കൂപ്പിംഗ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഹെൽമെറ്റ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, എന്നാലാണ് നമുക്ക് സീറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ ഈ സീറ്റ് ക്ലോസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് സീറ്റ് അടച്ചതിന് ശേഷം നമ്മളിങ്ങനെ പുഷ് ചെയ്യുവാണെങ്കിൽ ഈ സീറ്റ് ക്ലോസ് ആവില്ല. അപ്പോൾ അതിന് നമുക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇത് സീറ്റ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന് നമ്മൾ ഒരു സെൻറ്ററിൽ നമ്മളിങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഈ സീറ്റ് ക്ലോസ് ആവുള്ളൂ. അല്ലാണ്ട് നമ്മൾ ചുമ്മാ അടച്ചിട്ട് ഒന്നും ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവുന്നുണ്ടായിരുന്നില്ല. അതൊരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. ഇത് വേറൊരു അഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിന് നമുക്കൊരു സൈഡ് ഫുഡ് റെസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ബൈ ഡിഫോൾട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം വന്നതാണ്. അത് നമുക്ക് അഡീഷണൽ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ചില വണ്ടികൾക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സൈഡ് ഫുഡ് റെസ്റ്റിനൊക്കെ നമ്മൾ അഡീഷണൽ പൈസ നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഒപ്പം നമുക്ക് അവർ ഫ്രീ ആയിട്ട് തന്നായിരുന്നു. ഇതിൻ്റെ ഈ ഫുഡ് റെസ്റ്റൊക്കെ നമ്മൾ അഡീഷണൽ പേയ്മെൻ്റ് ഒക്കെ നടത്തി മേടിച്ചതാണ്. പിന്നെ അതുകൂടാണ്ട് ഇതിൻ്റെ ഈ സൈഡ് ഗാർഡ്, ഫുൾ ബോഡി ഗാർഡ് ആക്ച്വലി അത് നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ
പൈസ കൊടുത്തിട്ട് നമ്മൾ അഡീഷണൽ ചെയ്ത സംഭവമാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ ഈ ഒരു ന്യൂക്ലിയർ ഫാമിലി, അതായത് നമ്മളിപ്പോൾ ഒരു 2 പിള്ളേർ അല്ലെങ്കിൽ അപ്പനമ്മ ഉള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. കാരണം വെച്ചാൽ ആദർ സ്കൂട്ടറൊക്കെ വെച്ച് നോക്കുമ്പോൾ, ആദർ ഡിസ്റ്റേക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ സീറ്റിന് ലെങ്ത്ത് കുറച്ച് കുറവാണ്. അതായത് ഞങ്ങൾ യാത്ര ചെയ്ത സമയത്ത് നമുക്ക് അനുഭവിച്ച സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കിലിരിക്കുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട്, അതായത് ബാക്ക് സപ്പോർട്ടും ഇതിൻ്റെ ഒപ്പം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ബാക്ക് സപ്പോർട്ടും കൂടി ഇല്ലാത്തത് കൊണ്ട് ബാക്കിലിരിക്കുന്നവർക്ക് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇടയ്ക്ക് ഒരു കുട്ടിയും കൂടി വരുന്ന സമയത്ത് അതൊരു സംഭവം ഞാൻ ഇപ്പോൾ പറഞ്ഞെന്നുള്ളൂ. അതുപോലെ ഈ സെൻറ്റർ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ബോഡി വെയിറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് എടുത്തിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ജസ്റ്റ് നമ്മളതൊന്ന് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ നമ്മളത് യൂസ് ടു ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാം ഓക്കെയാണ്. പിന്നെ അതുകൂടാതെ നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡ് സ്റ്റാൻഡിന് അവർ ഓൾറെഡി നമ്മളിപ്പോൾ ഡ്രൈവ് മോഡിൽ കിടക്കുവാണ്, നമ്മൾ സൈഡ് സ്റ്റാൻഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂട്രൽ ആവുന്ന ഒരു ഫംഗ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. ശരിക്കും അത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഡ്രോബാക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫുഡ് റെസ്റ്റിൻ്റെ പൊസിഷനിങ് ആണ് ആക്ച്വലി. അതായത് നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ബാക്കിലിരിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാലിൻ്റെ ഇത് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ ഓടിക്കുന്നവർ നമ്മൾ കാല് കുത്തിയിട്ട് വണ്ടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പതുക്കെ ഒന്ന് നമ്മൾ ബാലൻസ് ചെയ്ത് പുഷ് ചെയ്യാനോ ബാക്കോട്ട് വരാനോ എന്തെങ്കിലും ട്രാഫിക്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് സ്ലോ മൂവിങ് ട്രാഫിക്കിൽ നമ്മൾ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിൽ ഡ്രൈവറിൻ്റെ കാലും ഈ ബാക്കിലിരിക്കുന്ന പാസഞ്ചറിൻ്റെ ഈ ഫുഡ് റെസ്റ്റിൽ വെച്ചിരിക്കുന്ന കാലും തമ്മിൽ ചെറിയൊരു കൊളീഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു പ്രശ്നമാണ്. ശരിക്കും നമ്മളിങ്ങനെ പെട്ടെന്ന് ഓടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ബാക്കിലുള്ളവരുടെ ആ കാലായിട്ട് നമ്മളൊരു കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. ഈ ചേതക്കിൽ ഒരു ഇഷ്ടപ്പെടാത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ബാക്ക് ഡിസൈനാണ്. ആക്ച്വലി ഇതിങ്ങനെ ഈ ഒരു കൂർത്തിരിക്കുന്ന ഒരു സംഭവം അത് ആക്ച്വലി ചിലവർക്ക് ഇഷ്ടമാവും, ചിലവർക്ക് ഇഷ്ടമാവില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു ഡിസൈൻ അത്ര വലിയൊരു സാറ്റിസ്ഫൈയിങ് അല്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ കാരണം നമുക്കിപ്പോൾ ബാക്കോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വേണമെങ്കിൽ എവിടെയെങ്കിലും എന്താ പറയുക ഒരു തിണ്ണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് അവിടെ പോയി ഇടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ മോഡൽ വണ്ടികൾ, അതായത് നമ്മൾക്ക് യമഹയുടെ ഒരു മോഡൽ ഉണ്ടല്ലോ ഫാസിനോ, അപ്പോൾ അതിനൊക്കെ ആണെങ്കിലും ഈ ഒരു ഏരിയ വന്നിട്ട് എപ്പോഴും മിക്ക വണ്ടികളുടെയും നമ്പർ പ്ലേറ്റ് ഒക്കെ ചളങ്ങിയിരിക്കുന്നത് കാണാം. കാരണം വെച്ചാൽ ഈ ഒരു പ്രശ്നം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ആ വണ്ടിയുടെ ഈ ഒരു നീട്ടം ബാക്കോട്ട് നമ്മൾ ഇത്ര പ്രതീക്ഷിക്കാതെ വണ്ടി ബാക്കോട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ പോയിട്ട് ഇടിച്ച് ഈ നമ്പർ പ്ലേറ്റിനൊക്കെ ആദ്യം ഇമ്പാക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇൻഡിക്കേറ്റർ പൊസിഷൻ ശരിക്കും നമുക്ക് ഈ ബാക്കിൽ വരുന്ന വണ്ടികൾക്ക് എത്രത്തോളം വാണിംഗ് കൊടുക്കും എന്നുള്ളത് എനിക്കൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ പൊസിഷൻ കണ്ടോ, ഈ ഇങ്ങനെ 2 സൈഡിലായിട്ടാണ് വരുന്നത്. ശരിക്കും ഈ ഒരു ബാക്ക് ലൈറ്റ് വന്നിട്ട് ഇവിടെ ഈ ഒരു സെൻട്രൽ പോർഷനിലെങ്ങാനും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബാക്കിൽ വരുന്നവർക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഓൺ ആക്കി കഴിഞ്ഞാലും ഒരു പെട്ടെന്നൊരു വിസിബിലിറ്റി അവർക്ക് കിട്ടിയാണ്. ഇതിപ്പോൾ ശരിക്കും ഈ 2 സൈഡിലായതുകൊണ്ട് ഇതിൻ്റെ ഈ ഇൻഡിക്കേറ്റർ വർക്കിംഗ് ചിലപ്പോൾ ആളുകൾക്ക് കിട്ടണം എന്നില്ല. നമ്മളൊരു നോർമൽ യൂസറിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ വണ്ടി വാഷ് ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ. അതായത് ഇപ്പോൾ ഈ ഒരു വണ്ടി വാഷ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ പഴയ പ്രഷർ വെച്ച് നോക്കുമ്പോൾ സംഭവം നമുക്ക് എല്ലായിടത്തേക്കും ആക്സസിബിൾ ആണ്. നമ്മളുടെ എന്താ പറയുക, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലായിടത്തേക്കും ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ആക്സസിബിലിറ്റി ഉണ്ട്. കാരണം നമുക്കിപ്പോൾ ഇവിടെയാണെങ്കിലും ഇതിൻ്റെ മെയിൻ ഏരിയാസൊക്കെ നമ്മൾ ഈ കവർ വെച്ചിട്ട് അവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അധികം ചെളി അങ്ങോട്ട് വരുന്നില്ല. പിന്നെ അതുകൂടാതെ നമ്മളുടെ ഈ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു അഡീഷണൽ ഒരു വൈസർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഈ മഡൊന്നും അങ്ങോട്ട് അതിൻ്റെ മെയിൻ ബാറ്ററി ഏരിയയിലേക്കൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണെങ്കിലും നമുക്ക് അലോയ് വീൽ ആയതുകൊണ്ട് നമുക്ക് അവിടെ നമുക്ക് കൈയൊക്കെ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്യാനൊക്കെ ആണെങ്കിലും നമുക്ക് വലിയൊരു ഇഷ്യൂ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ബോഡി വെയ്റ്റിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് വണ്ടി ഈ പറഞ്ഞ പോലെ ഓഫ് മോഡിൽ, അതായത് നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും മുന്നോട്ടും ബാക്കോട്ടൊക്കെ പുഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ഒരു ക്രാക്കിംഗ് സൗണ്ട്സ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും ഒരു ചെറിയൊരു ഡ്രോബാക്ക് ആണെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചേതക്കിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ചേതക്ക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിതിൽ എന്തെങ്കിലും എന്തെങ്കിലും കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. അതേപോലെ ഇനി എന്തെങ്കിലും എടുക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻസിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.